റോസ്മേരി എന്താ താമസിച്ചേ? വരുന്ന വഴി ചർച്ചിൽ കയറി, അതാണ്. ഹാപ്പി ന്യൂ ഇയർ മൈ ഡാർലിംഗ്. സെയിം ടു യു അർജുൻ. എന്ത് വേണം അർജുന്? അല്ലെ ചീത്ത വിളിക്കരുത്. ശല്യപ്പെടുത്താൻ വന്നതല്ല. ദേവന് റോസ്മേരിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ന്യായമല്ലേന്ന് ഞാനെങ്കിൽ. ഇത് റോസ്മേരി, ദേവന്റെ കാമുകി. ക്യാ പ്യാർ കർനെ കി ലഡ്കി. അരയാ ബഹുത് പ്യാരി. പൂത്ത പണമുള്ള ഒരു കിഴക്കൻ ക്രിസ്ത്യാനിയുടെ ഏക മകൾ. വേറെ ആണുങ്ങളെ കിട്ടാതുകൊണ്ട് നമ്മുടെ അളിയനെ പ്രേമിക്കുന്നു. ഇവിടെ ആന്റിയുടെ കൂടെയാ താമസം. അരെ ക്യാ ബോൾത്തേ തൂ? ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ഹർ ഓൺ ഡോക്ടർ റേച്ചൽ ജോൺ, ഗൈനക്കോളജിസ്റ്റ്. Sorry, she's a psychiatrist. ഞങ്ങള് ബൈ ദ വേ, യവൻ അശ്വൻ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടും ക്ലാസ്മേറ്റ്. ഹലോ. യവനെയും കൊണ്ട് പെണ്ണും കൊടുത്ത് പോകാൻ വയ്യെന്നായാലും
साले एक मार मारने तो तुम एक मार मारूंगा मैं 15 मार मारूंगा क्या जिंदगी में बुरा बुरा ഇവന്റെ തന്തയാണ് നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. കേന്ദ്രത്തിലെ ശാപ്പാട് മന്ത്രി മുകുള നാരായണ ശ്രീവാസ്തവ ചതോപാധ്യായ ഫുഡ് മിനിസ്റ്റർ. പേരിന്റെ വലുപ്പം അനുസരിച്ച് പോക്കറ്റിന്റെ നീളവും കൂടും. ഇവന്റെ അച്ഛൻ ഡൽഹിയിൽ ഉഴപ്പുന്നു, ഇവൻ ബാംഗ്ലൂരിൽ ഉഴപ്പുന്നു. अर्जुन ये क्या बोलते हैं? തുമാരാ ബാപ് കാ പരദൂഷൺ ബോൾത്താ ഹൈ സാല. क्या परंतु क्या भूषण? പരുന്നെങ്കിലൊന്നല്ല പത്മഭൂഷൺ. രമ എവിടെ? വന്നില്ലേ? ഷീസ് ദേർ, ഷീസ് ദേർ. സമാനായല്ല എന്നെ പറഞ്ഞയച്ചത്. അല്ലയാ ന്യൂ ഇയർ അല്ലേ, കുറച്ച് ഓവറായി പോയി. ഒരു സ്മൈലും കൂടെ കിട്ടും. നിനക്ക് രമേ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ടു യു. നീ എപ്പോ വന്നോ? ജസ്റ്റ് നോ. ചേട്ടനെ കണ്ടോ? കണ്ടു. എക്സ്ക്യൂസ് മീ. ഇത് രമ. ഇവിടെ ഫസ്റ്റ് ഇയർ മെഡിസിൻ പഠിക്കുന്നു. ഞങ്ങൾ നാട്ടിൽ കോളേജിൽ ഒരുമിച്ചായിരുന്നു. ഹലോ. ഹലോ. വരൂ. എന്തായിരുന്നോ? മന്ത്രി സാറും ഉണ്ടല്ലോ. അർജുനല്ലേ? ഉണ്ട്. മോളോ? രണ്ടുപേരുണ്ട്. ഞാൻ വിളിക്കാം. ഇതാരാ? അച്ഛനാ? എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ? അത്യാവശ്യമായിട്ട് ഇതുവരെ വരേണ്ടി വന്നു. ഞാൻ രമോളെ വിളിക്കാം. മോൻ അറിയോ ഇയാളെ? ഇല്ല. ശേഖരൻ, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഞാൻ മന്ത്രിയായിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. 7th സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, അല്ലേടാ? അതിന് നീ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോടാ? അച്ഛന്റെ ബാഗൊക്കെ എവിടെ? അതൊക്കെ ഗസ്റ്റ് ഹൗസില്. അവിടെയാ താമസം. ഇവൻ സർക്കാരിന്റെ അതിഥിയല്ലേ. ഇവന് ആരെയോ കാണാൻ ഇതുവരെ വരേണ്ടി വന്നു. നിന്നെ മോളെയും കൂടി കാണാമെന്ന് കരുതി ഞാനും കൂടെ പോന്നു. അതിന്റെ കാര്യത്തിന് അവന്റെ നേതാവിനെ കാണാൻ വന്നതാ. മോള് വാ. പിന്നെ എങ്ങനെ ഇരിക്കുന്നു നിന്റെ പഠിത്തം? തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ താമസിക്കുന്നോ അതോ ഹോസ്റ്റലിൽ എങ്ങനെ പോണോ? ഇവിടെ തന്നെ മതി. അനന്ത, നമുക്ക് പോകാം, നേരം വൈകുന്നു. ധൃതി വെക്കാതെടോ, വന്നു കയറിയല്ലേ ഉള്ളൂ. ഞാൻ എന്റെ മക്കളെ നല്ലല്ലോ ഒന്ന് കണ്ടോട്ടെ. അല്ല, അതുകൊണ്ടല്ല. 10 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ ചെന്നില്ലെങ്കിലേ പിന്നെ കാണേണ്ട ആളിനെ കാണാൻ പറ്റില്ല. ഓ ശരി, ഞാൻ കാരണം അത് മുടങ്ങിയെന്ന് വേണ്ട. വരട്ടോ. വരട്ടെ മക്കളെ. ഇതെന്ത് വരവും പോക്കും അച്ഛൻ. ഇതിലും ഭേദം അച്ഛൻ വരണ്ടായിരുന്നു. അച്ഛനെ അടുത്ത ആഴ്ച വീണ്ടും വരാം. എന്താ? അച്ഛന് തടി വല്ലാതെ കൂടുന്നു. ഞാനോ? ഞാനിപ്പോ മെലിഞ്ഞിരിക്കല്ലേ. ആ പറയുന്ന ആള് മോശമൊന്നുമല്ല. രണ്ടമാനം ബീറൊന്നും വാങ്ങി അടിക്കരുത് പറഞ്ഞേക്കാം. Vicky, coming for a movie? നീ ഇന്ന് ക്ലാസ്സിൽ നിന്ന് നേരത്തെ ഇറങ്ങിയല്ലേ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ടെന്താ നീ ഇവിടെ നിൽക്കുന്നത്? കടിച്ച് കടിച്ച് നിന്റെ ദഹം മുഴുവൻ തീർന്നല്ലോ. എന്താടാ പാർട്ടി എത്തിയില്ലേ? ഇന്നും പറ്റിച്ചോ? വിമൻസ് കോളേജ് വിടാറേ. അതൊക്കെ ഞാൻ കറക്റ്റ് ടൈമിന് എത്തി. പോടാ. ആ പാർട്ടി കണ്ടല്ലോ പറയണേ.
അയ്യോ, എന്തിനാ ഇവിടെ വന്നത്? നീ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? ഞാൻ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാ ആന്റി ഷോപ്പിങ്ങിന് പോണെന്ന് പറഞ്ഞത്. അയ്യോ, ആന്റി കണ്ട പ്രശ്നമാകും. പ്രശ്നമാകട്ടെ, എപ്പോഴായാലും അറിയേണ്ടതല്ലേ. പ്ലീസ് അർജുൻ, പ്ലീസ് പോ. അർജുൻ പ്ലീസ് പോകാം, പിടിച്ച് തള്ളാതെ. ഓക്കെ, ഒരൊറ്റ കണ്ടീഷൻ. നാളെ വൈകിട്ട് 5 മണിക്ക് നെഹ്റു പാർക്ക് വരുമോ? പ്രോമിസ്? ഓക്കെ, പ്രോമിസ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നെഹ്റു പാർക്ക് 2 എണ്ണം ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കണ്ടോൺമെന്റിലെ നെഹ്റു പാർക്ക്. എന്താ അർജുൻ? ഒരു കാര്യം പറയട്ടെ. എന്താ അവിടെ ബഹളം? ആരാ മോളെ അത്? ഐ ഡോണ്ട് നോ ആന്റി, എനിക്കറിയില്ല. ഹലോ ആന്റി, ഐ എം അർജുൻ. ഞാനൊരു മലയാളിയാണ്. ഈ വഴിക്ക് പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അന്യനാട്ടിൽ ഒരേ നാട്ടുകാർ തമ്മിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഡോക്ടറാണല്ലേ? പുറത്തെ ബോർഡ് കണ്ടു, ഡോക്ടർ റേച്ചൽ ജോൺ, സൈക്കാട്രിസ്റ്റ്. വട്ടുകളെ ചികിത്സിക്കുന്നതാണ് പണിയല്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള പണിയാ. ചിലപ്പോ ഈ വട്ടന്മാര് കയറി മേത്ത് പിടിക്കുക. ആന്റി, ഞാനൊന്ന് ഇരുന്നോട്ടെ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തിനാ ചോദിക്കുന്നതല്ലേ? താങ്ക് യു. ആന്റിക്ക് ഇരിക്കാം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിൽക്കാം. എവിടെ വീട്? തൃശ്ശൂരാണോ അതോ കോട്ടയത്താണോ? അറിഞ്ഞിട്ടെന്ത് വേണം? അല്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടെന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. കൊള്ളാം, നല്ല വീട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെന്താ വാടക? അറിഞ്ഞിട്ടെന്ത് വേണം? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഹസ്ബൻഡ് ഇപ്പോ. അറിഞ്ഞിട്ടെന്ത് വേണം? ഇതെന്താ ഒരേ ഉത്തരം ഇങ്ങനെ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ഞാനും മലയാളി, നിങ്ങളും മലയാളി. എന്നാ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് കരുതിയാ ഇങ്ങനെ സ്വീകരണം? എനിക്ക് അത്രയും സൗകര്യമുള്ളൂ. തനിക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഒരു കാര്യമില്ലാതെ പരിചയമില്ലാത്ത വീട്ടുകാർ വന്ന് അലമ്പുണ്ടാക്കുന്നു. തനിക്കെന്താ വട്ടാണ്? അതെ, അതാണല്ലോ ഡോക്ടറെ കാണാൻ ഞാൻ വന്നത്. ഈ ഡോക്ടർമാരോടും കള്ളന്മാരോടും എല്ലാം തുറന്ന് പറയണമെന്നാണല്ലോ. സോറി, ഡോക്ടർമാരോടും വക്കീലന്മാരോടും ഒന്നും ഒളിക്കരുതെന്നാണല്ലോ. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രേമമാണ് എന്റെ പ്രശ്നം. അയ്യോ, പേടിക്കണ്ട, ഡോക്ടറോടല്ല. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. കല്യാണത്തിന് അവരുടെ വീട്ടുകാർ എതിർത്താലും എന്റെ വീട്ടുകാർ സമ്മതിക്കും. അതായിരിക്കും കാരണം അവൾക്ക് എന്നോട് ഇപ്പോ ഒരു അകൽച്ച. എനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ മറക്കാനും വയ്യ. ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ അഭിപ്രായം എന്താ? കുട്ടിയാണ് ഈ അവസ്ഥയിലെങ്കിൽ എന്ത് ചെയ്യും? മിസ്റ്റർ, നിങ്ങൾ പുറത്തു പോകണം. ഞാനൊരു രോഗിയാണ്, ചികിത്സയ്ക്ക് പോണോ അല്ലേ? പുറത്തു പോകാനല്ലേ പറഞ്ഞത്? അല്ല ആന്റി, ഇനി ഡോക്ടർക്ക് വല്ല സംശയം തോന്നിക്കാണുമോ? എന്താ, എനിക്ക് വട്ടാണെന്നോ? രവി, നിനക്കറിയാലോ, 8ാം ക്ലാസ് മുതൽ ഞാൻ ഈ സിറ്റിയിൽ ബോർഡിങ്ങിലാണ് പഠിക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ എന്റെ 5-8 കൊല്ലത്തെ ഇവിടുത്തെ ജീവിതത്തിനിടയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ പെൺകുട്ടിയോടും എനിക്ക് ഈ താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ എന്താ കാരണമെന്ന്. അവളെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചതാ അവൾ എന്റേതാകുമെന്ന്. വിവാഹത്തിന് വല്ല എതിർപ്പ് ഉണ്ടായാലോ? ഉണ്ടാകും, ഉണ്ടാവട്ടെ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാ പൊന്നുവനെ ഞാൻ അവളെ എന്റേതാക്കിയത്. അതുകൊണ്ട് ആരെതിർത്താലും ശരി, ഞാൻ വിട്ടുകൊടുക്കില്ല. പൂന്തേനും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? ആര്യൻ കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാം. ചെല്ലപ്പൂൻ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. രാവിൽ പൂന്തേൻ പേരും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ?
തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നറുപൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവിൻ വെൺപട്ടു ചൂടും ആറിൻ പൂമണി മാറി. അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ മറുമണം. ലാ 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 ലാ. രാവിൽ പൂണ്ടേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ. മാനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്. മാണിക്യം കാണാതെ പാവം മാറാപ്പ് പേറുന്നു രാവ്. മാനത്തെ മറപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്. മാണിക്യം കാണാതെ പാവം മാറാപ്പ് പേറുന്നു രാവ്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാറ്റിനതു പറഞ്ഞാടി. കല്ലിപ്പുതാലം കാറ്റിലുലഞ്ഞു ആമ്പളൊന്നലിഞ്ഞാടുമ്പോൾ കൂടിപ്പോയി പരിമളം. ലാ 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 ലാ. രാവിൽ പൂന്തേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ. ആര്യൻ കാവിൽ വേല കഴിഞ്ഞു. ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു. ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകന്നേ വരാ. ചെല്ലപ്പൂ ചെണ്ടുന്ന് കൂടെ കൊണ്ടും വരാം. ലാ 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 ലാ.